ഇവിടെയിൽ നമ്മൾ ആദ്യമേ ജപ്പാൻ ചൈന വിഷയം ഒന്ന് നോക്കാം. ജപ്പാൻ ചൈന വിഷയത്തിൽ ജപ്പാൻ വിട്ടുകൊടുക്കുന്ന മാതിരി തോന്നുന്നില്ല. ജപ്പാൻ പ്രൈം മിനിസ്റ്റർ സനെ തക്കേഷി ചൈനയ്ക്കെതിരെയുള്ള നിലപാടിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ തായ്വാൻ്റെ തൊട്ടടുത്തുള്ള ദ്വീപിൽ മിലിറ്ററി പോസ്റ്റ്, അതേപോലെ തന്നെ റഡാർ സ്റ്റേഷൻ, ഇമാതിരിയുള്ള കംപ്ലീറ്റ് സകല സംവിധാനങ്ങളും അവിടെ സ്ഥാപിക്കാൻ തയ്യാറായി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എനിവേ അവർ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം അമേരിക്ക പലതവണ ഇപ്പോൾ ഇതിന് എതിരെ, അതായത് ജപ്പാൻ ഇച്ചിരി സമാധാനമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ അമേരിക്ക പറയുന്നത് കേട്ട് ആ രീതിയിലേക്ക് ഒതുങ്ങി നിൽക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ ജപ്പാനിൽ ഇന്നലെ 7.6 റിക്ടർ സ്കെയിലിൽ എർത്ത് ക്വേക്ക്, ഭൂചലനം. അപ്പോൾ അതിൽ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിൽഡിങ്ങുകൾ അവിടെ കൊളാപ്സ് ആയിട്ടുണ്ട്. പല ബിൽഡിങ്ങുകളും ക്രാക്ടാണ്. ജപ്പാന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എർത്ത് ക്വേക്കിനെ അതിജീവിക്കാനുള്ള ആ ഒരു ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അവിടെ നല്ല രീതിയിലുള്ള കുലുക്കം 7.6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അത്തരത്തിലുള്ള ഒരു എർത്ത് ക്വേക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. അതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് ജപ്പാനിൽ. പിന്നെ ഇന്ത്യക്കുള്ളിൽ നിന്നുള്ള ജാപ്പനീസ് എംബസിയുടെ പ്രഖ്യാപനം. ഏതാണ്ട് 8,000-ഓളം ജാപ്പനീസ് കുടുംബങ്ങൾ ഇന്ത്യക്കുള്ളിൽ താമസിക്കുന്നുള്ള വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലവർ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഇവരെല്ലാം തന്നെ പരമാവധി ജാപ്പനീസ് കമ്പനികളിൽ തന്നെയാണ് പണിയെടുക്കുന്നത്. അതിൽ കമ്പനികളുടെ പേരായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മാരുതി സുസുക്കി, ടൊയോട്ട, പാനസോണിക്, മിത്സുബിഷി പോലത്തെ ജാപ്പനീസ് കമ്പനികൾ. അവരുടെ ആ കമ്പനികൾ ഇവിടെയെല്ലാം തന്നെ അവരുടെ ഓഫീസോ, അവരുടെ ഹെഡ് ഓഫീസോ, അവരുടെ ബ്രാഞ്ച് ഓഫീസോ അഥവാ ചില സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ് യൂണിറ്റുകളോ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ജാപ്പനീസ് കുടുംബങ്ങൾ പരമാവധി ഈ കമ്പനികളിലാണ് പണിയെടുക്കുന്നത്. പിന്നെ പണിയെടുക്കാത്ത ആൾക്കാരുമുണ്ട്. കുടുംബങ്ങളായിട്ടാണ് അവർ ഫാമിലി ആയിട്ടാണ് അവർ താമസിക്കുന്നത്. ഇന്ത്യ ജപ്പാൻ തമ്മിൽ ഒരു കൾച്ചറൽ മെർജിങ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും പലരും ഇന്ത്യക്കാരെ ജപ്പാൻകാർ ആഗ്രഹിക്കുന്നില്ല, അവിടെ പോയി ജോലി എടുക്കുന്നതിൽ ജപ്പാൻകാർക്ക് താല്പര്യമില്ല എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ജപ്പാൻ ഗവൺമെന്റ് പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് ധാരാളം ജപ്പാനിൽ പോയിട്ട് പണിയെടുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന രീതിയിലാണ് എംബസിയിൽ നിന്ന് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഉക്രൈൻ, റഷ്യ, അമേരിക്ക, യൂറോപ്പ്, നാറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ റെയിൻമെറ്റൽ എന്ന് പറഞ്ഞ കമ്പനി, അതേപോലെ തന്നെ പല കമ്പനികളും ഇപ്പം നാറ്റോയുടെ ചീഫായിട്ടുള്ള മാർക്ക് റൂട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ പിന്തുടർന്ന് അമേരിക്കയുമായിട്ട് ഡീല് ചെയ്യാൻ തയ്യാറാണ്, അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറാണ് എന്നുള്ള നിലയിലുള്ള ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അല്ലാതെ യൂറോപ്പിന് വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. യൂറോപ്പ് പെടാപ്പാട് വിടുകയാണ്. യൂറോപ്പിനെ വരിഞ്ഞു മുറുക്കി വരുതിക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ശരിക്കും യൂറോപ്പ് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സെലൻസ്കിയുടെ മേളിൽ കടുത്ത സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ സെലൻസ്കി ഇപ്പം യൂറോപ്പിൽ പോയി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം സ്റ്റാർമർ, മാക്രോൺ, സെലൻസ്കി 3 പേരും കൂടി മാറി മാറി സംസാരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ പറഞ്ഞിരിക്കുന്നത് സെലൻസ്കി ഒരിക്കലും ടെറിട്ടറി വെച്ച് കൈമാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നതായിട്ട് വാർത്ത വരുന്നത്. അതായത് എത്രത്തോളം അമേരിക്ക പറഞ്ഞിട്ടും ഉക്രൈൻ സ്റ്റബൺ ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ടെറിട്ടറി കൈമാറാൻ തയ്യാറല്ല. സ്പെഷ്യലി ഈസ്റ്റേൺ സൈഡ്, ഉക്രൈനിലെ ഈസ്റ്റേൺ സൈഡ് കൈമാറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നിലപാട്. ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപിന് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനൊത്തുള്ള തീരുമാനം പുള്ളിക്കാരൻ എടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം യൂറോപ്പ് ആയുധം വാങ്ങുന്ന ഡീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങിയാൽ ട്രംപ് നേരെ തിരിച്ച് സംസാരിക്കും. അതേപോലെ റഷ്യക്കെതിരെയുള്ള നിലപാടുകളുമായിട്ട് വരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ഇത്രയും നാളും ട്രംപിന്റെ നിലപാടുകളും ട്രംപിന്റെ പോളിസിയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് യൂറോപ്യൻ യൂണിയനും നാറ്റോയും കൂടി ചേർന്നിട്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ ഉക്രൈന് വേണ്ടിയിട്ട് ആയുധങ്ങൾ കൊടുക്കാനായാലും ശരി തന്നെ, അതേപോലെ അവരുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും അവരുടെ മിലിറ്ററി സ്പെൻഡിങ് GDP-യിൽ നിന്നും കൂടുതൽ വകയിരുത്തിക്കൊണ്ട് ആയുധം അമേരിക്കയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് റഷ്യ ഒരു സൈഡിൽ ഒതുക്കിക്കൊണ്ട് ഉക്രൈൻ്റെ സൈഡിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം യൂറോപ്പ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവർ എത്ര ഫാസ്റ്റായിട്ട് ഈ തീരുമാനമെടുക്കുന്നോ ആ രീതിയിൽ ഫാസ്റ്റായിട്ട് അമേരിക്കയെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാം. ഇവർ എത്രത്തോളം ഡിലേ ചെയ്യുന്നോ അതിനനുസരിച്ച് അമേരിക്ക റഷ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്ന ആ ഒരു രംഗമായിരിക്കും നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക ഇനി വരും ദിവസങ്ങളിൽ. അമേരിക്കയുടെ ട്രഷറിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ സോയാബീൻ ഫാം വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നഷ്ടക്കച്ചവടമാണ്. കാരണം സോയാബീന് വിറ്റു പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫാം ഹൗസ് ഞാൻ വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫാം ഹൗസ് വിത്ത് ഫാം, ഫുൾ ഏരിയ അയാൾ വിറ്റിരിക്കുകയാണ്. അയാൾക്ക് വിൽക്കാം. പക്ഷേ ആക്ച്വലി ഫാമിംഗ് നടത്തി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ട്രംപ് മലക്കം പറഞ്ഞിട്ട് ഞാൻ താരിഫിൽ നിന്നുള്ള പൈസയിൽ ഒരു 12 ബില്യൺ ഫാർമേഴ്സിന് വേണ്ടിയിട്ട് എയ്ഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ജസ്റ്റ് പ്രഖ്യാപനം മാത്രമാണ് കേട്ടോ, എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിട്ടില്ല.
അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. ട്രംപ് എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡറൊക്കെ സൈൻ ചെയ്തിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇതിന് എക്സിക്യൂട്ടീവ് ഓർഡർ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ഇത് ഫാർമേഴ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലിന്റെ സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഡിസംബർ 28 ദിവസങ്ങളിൽ ന്യൂ ഇയറോടനുബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലോങ് 1 വീക്ക് വിസിറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്കിലെ മേയർ മംദാനി റെഡി ആയിട്ടിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ജോക്കാണ്, അയാളെ കൊണ്ടൊന്നും നടക്കത്തൊന്നുമില്ല. ജസ്റ്റ് അയാൾ ഇലക്ഷന് മുമ്പ് ഒരു സ്റ്റണ്ട് അങ്ങ് ഇറക്കിയതാണ്. അപ്പോൾ അമേരിക്കയുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ അബ്ദുൽ ഫത്ത അൽ സിസിയുമായിട്ട് നെതന്യാഹുവിന് ഒരു ചർച്ച റെഡിയാക്കുക, നമ്പർ 1. അതുപോലെ തന്നെ ഖത്തർ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒരു മീഡിയേഷൻ ചർച്ച നെതന്യാഹുവുമായിട്ട് അമേരിക്കയിൽ വെച്ച് നടത്തുക. ഇത് രണ്ടാമത്തെ എയിമാണ്. പിന്നെ സൗദി അറേബ്യയുടെ റെപ്രസെൻറ്റേറ്റീവുമായിട്ട് ഇസ്രായേലിനെ വെച്ചിട്ട് ഒരു ചർച്ച. പിന്നെ സിറിയ നേതൃത്വവുമായിട്ടും ഒരു ചർച്ച. ഇതാണ് പ്രധാനമായിട്ട് 4 ചർച്ചകളാണ് നെതന്യാഹുവുമായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഓർഗനൈസ് ചെയ്യുന്നത്. കാരണം ഇത് അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കണമെന്ന നിർബന്ധം ട്രംപ് ഭരണകൂടത്തിനുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഗാസയുടെ സെക്കൻഡ് ഫേസ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സമാധാന കരാർ അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഫസ്റ്റ് ഫേസിന് നെതന്യാഹു അറ്റൻഡ് ചെയ്തില്ല. ഫസ്റ്റ് ഫേസ് ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. പക്ഷേ അത് സക്സസ്ഫുള്ളി നടന്നു ചോദിച്ചാൽ നമുക്കറിയില്ല. ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ ലെബനാന്റെ ഉള്ളിലും സിറിയയുടെ ഉള്ളിലും GBU അമേരിക്കയിൽ നിന്നും കിട്ടിയ ഒരു ബോംബാണ് GBU. ഈ GBU ബോംബ് കൊണ്ട് കൃത്യമായിട്ട് ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നുണ്ട്. ഇത് ഹെവി ബോംബിംഗ് ആണ്. ഈ ബോംബ് ഉപയോഗിക്കരുത് എന്ന് ഇപ്പം അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഈ ബോംബ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നമുക്കറിയില്ല. അമേരിക്കയ്ക്ക് ഇതിന്റെ ടെക്നോളജി ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ബോംബിന്റെ ടെക്നോളജി എതിരാളികൾ, പ്രത്യേകിച്ചും ഇറാൻ പോലത്തെ രാജ്യങ്ങൾ, ഹെസ്ബുള്ള ത്രൂ ഇറാൻ പോലത്തെ രാജ്യങ്ങളൊക്കെ ചോർത്തി കഴിഞ്ഞാൽ എന്നുള്ള ഒരു അലിഗേഷൻ കൂടി വരുന്നുണ്ട്. അതിന്റെ സത്യസന്ധമായിട്ടുള്ള വാർത്ത എന്താണെന്നുള്ളത് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ട് മറ്റൊരു വാർത്തയിൽ ഞാനത് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ ഈ GBU എന്ന് പറഞ്ഞ ഈ ഒരു ബോംബ് ഉപയോഗിക്കേണ്ട, അത് അമേരിക്കയ്ക്ക് തിരികെ വേണം എന്നുള്ള നിലയിലുള്ള ഒരു റിക്വസ്റ്റ് അമേരിക്ക ഇസ്രായേലിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്നുള്ളത് നമുക്കറിയില്ല. ഇനി നമ്മൾ US ഡെലിഗേഷന്റെ ഇന്ത്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ 10-11 ദിവസങ്ങളിലായിരിക്കും US ഡെലിഗേഷൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഇത് തികച്ചും പൂർണ്ണമായിട്ടും ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രമാത്രം ദൃഢമായിട്ട് ഉറച്ചു നിൽക്കുന്നത്? നിങ്ങളുടെ താരിഫ് ഒക്കെ അവിടെ മൂലയ്ക്ക് നിർത്തൂ, നമുക്ക് ബൈലേറ്ററൽ എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനമാണ് ഇന്ത്യയുടേത്. ഈ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്ത്യക്ക് മുകളിൽ ചുമത്തിയിരിക്കുന്ന ഈ ഒരു താരിഫിന് യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. കാരണം പിന്നീട് സാധനങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും എല്ലാം തന്നെ അണ്ടർ ദിസ് ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് പ്രകാരമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ പോയി ചെയ്തതുപോലെ അമേരിക്കയ്ക്ക് ബേസ് ലൈൻ താരിഫ് ഇത്ര, അതിന് പുറമെ ഇത്ര താരിഫ് എന്നുള്ള രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് ഒക്കെ വെച്ചുകൊണ്ട് അമേരിക്കൻ പ്രോഡക്റ്റിന് 0 താരിഫ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവരെല്ലാം സൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു വ്യാപാര കരാറിൽ ഒപ്പിട്ട് പോകാൻ പറ്റി. അതാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയുമായിട്ട് ഡീൽ ഏർപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്ത്യ ഡീൽ ഏർപ്പെടുത്താത്തതിന് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണവുമായിട്ട് ബന്ധപ്പെട്ട ഈ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്, അത് നമ്മൾ ഓർക്കേണ്ട കാര്യം വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിച്ച സമയത്ത് ഈ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് 2 നേതാക്കളും കൂട്ടായ തീരുമാനമെടുത്ത് ഇതിന്റെ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നു പറഞ്ഞിട്ട് ഒപ്പുവെച്ച് മടങ്ങിയതാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിംഗ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട്, ആ റൂളിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ട്രംപിന്റെ സ്വന്തം താല്പര്യപ്രകാരം സ്വമേധയാ ഇന്ത്യക്ക് മേലിൽ താരിഫ് ഇടുകയും അതിലുപരിയായിട്ട് പുനറ്റീവ് താരിഫ് അപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നത്. അമേരിക്കയുടെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക്, അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്രംപ് ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടത്. അപ്പം ഇപ്പൊ ഇന്ത്യ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ നിലപാട് എന്തുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ പോകാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് മുതിരാത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഓൾറെഡി തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബൈലേറ്ററൽ എഗ്രിമെന്റിന്റെ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടാണ് പ്രൈം മിനിസ്റ്റർ മടങ്ങിയത്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ കമ്മിറ്റ്മെന്റ് നിറവേറ്റണം. അതിന് പകരം ഇതിനെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു ഫൗൾ പ്ലേ ആണ് ട്രംപ് നടത്തിയത്. ആ ഫൗൾ പ്ലേ നടത്തിയത് കൊണ്ടാണ് ഇന്ത്യ കൂടുതൽ അങ്ങോട്ട് താല്പര്യം കാണിക്കാതെ ജസ്റ്റ് ബൈലേറ്ററൽ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ മാത്രം നമുക്ക് ചെയ്താൽ മതി എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നത്. ഇപ്പോൾ ഇത് അമേരിക്കയിൽ നിന്നിപ്പം വന്നിരിക്കുന്ന ചില അമേരിക്കൻ കോൺഗ്രസിൽ പല നേതാക്കൾ, ഞാനിപ്പോൾ പേരെടുത്ത് എല്ലാവരുടെയും എണ്ണി പറയുന്നില്ല, പക്ഷേ സുപ്രധാന നേതാക്കളെല്ലാം തന്നെ അമേരിക്കൻ കോൺഗ്രസിന്റെ ഉള്ളിൽ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. JD വാൻസ് പറയുന്നത് ഇമിഗ്രന്റുകൾ, അതായത് ഏറ്റവും കൂടുതൽ ഇമിഗ്രന്റുകളെ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും അമേരിക്കയ്ക്ക് ഒരു തരത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നാണ് JD വാൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൈ ലെവൽ ടീം ഇസ് വിസിറ്റിംഗ് ഇന്ത്യ ഫോർ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് നെഗോസിയേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ $191 ബില്യൺ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ 500 ബില്യൺ വർത്തുള്ള ഒരു ട്രേഡ്, 500 ബില്യൺ വർത്തുള്ള ഒരു മാസീവ് ട്രേഡായിട്ട് മാറ്റണം എന്നുള്ളതാണ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും താല്പര്യം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കരാറാണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വിഷനോട് കൂടി തയ്യാറാക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്.
അപ്പോൾ ഇത് ട്രംപ് വന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓരോ മാസവും 5%, 10% താരിഫ് പറയുന്നത് പോലെയുള്ള ചില്ലറ കളിയല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ ഒരു നെഗോസിയേഷന് വളരെയധികം കാര്യപ്രസക്തി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ഈ നെഗോസിയേഷൻ കുറച്ച് ടൈം എടുത്ത് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ട്രംപ് പല രീതിയിലുള്ള ഉഡായ്പകളും പ്രഷർ പോളിസിയും എല്ലാം നടത്തും. അതിലൊരു പരാമർശമാണ് ഇന്നലെ പറഞ്ഞ അരിയുടെ പരാമർശം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇന്ത്യ മൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളെ അല്ല. ഇതിലും വലിയ പരാമർശങ്ങളൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ താല്പര്യമാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ഇന്ത്യ 14 ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇന്ത്യ 14ഓളം രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. US കോൺഗ്രസിന്റെ ഉള്ളിൽ ബൈപാർട്ടിസൺ റെസൊല്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബൈപാർട്ടിസൺ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെക്കുറിച്ചാണ് ചർച്ച. ഇതിനകത്ത് 3 വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്: ഡിഫൻസ് കോപ്പറേഷൻ, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഇൻ ഇൻഡോ പസഫിക് റീജിയൻ, മൂന്നാമത് ട്രേഡ് റിലേഷൻ. ഇപ്പം ഇതിനകത്ത് ട്രേഡ് റിലേഷൻസിന്റെ ഭാഗമായിട്ട്, ഇപ്പം സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ അണ്ടർ സെക്രട്ടറി ഓൾറെഡി തന്നെ ഇന്ത്യക്കുള്ളിലുണ്ട്. അതുപോലെ തന്നെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ നടത്താൻ 10-ാം തീയതി 11-ാം തീയതി അടുത്ത ടീം ഇന്ത്യക്കുള്ളിൽ വരുന്നുണ്ട്. ഡിഫൻസ് കോപ്പറേഷൻ അത് ഓൾറെഡി തന്നെ രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സഹകരണങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ആയുധങ്ങൾ പലപ്പോഴും അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കണം. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ട്രേഡ് മേഖലയിലാണ്. അപ്പോൾ അത് പരിഹരിച്ചാൽ മാത്രമാണ് ബാക്കിയുള്ള മേഖലയുമായിട്ട് ഇന്ത്യക്കുള്ളിൽ ഓപ്പൺ ആയിട്ട് അമേരിക്കയ്ക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ളൊരു ധാരണയാണ് അവർക്കുള്ളത്. പക്ഷേ ഇന്ത്യ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇനി വരും കാലങ്ങളിൽ വരാൻ പോകുന്ന ഡെവലപ്മെന്റ് എന്നുള്ളത്. ഇതിനകത്ത് സൗത്ത് കരോലിനയെ റെപ്രസെന്റ് ചെയ്യുന്ന റിപ്പബ്ലിക്കൻ കോൺഗ്രസ്മാൻ ജോ വിൽസൺ വളരെ ശക്തമായിട്ട് തന്നെ ഇന്ത്യയെ പിന്തുണച്ച് അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ സംസാരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ജോ വിൽസൺ മാത്രമല്ല, ഒരുപാട് നേതാക്കളുടെ പേരുണ്ട്. ഞാനിപ്പോൾ അതൊന്നും എണ്ണി പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാണ്ട് 46ഓളം 50-ലധികം ആൾക്കാർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കുറേ ആൾക്കാർ ഡെമോക്രറ്റുകളാണ്. മെജോറിറ്റി റിപ്പബ്ലിക്കൻസ് ഇപ്പോൾ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായിട്ട് ലോങ് സ്റ്റാൻഡിംഗ് പാർട്ട്ണർഷിപ്പ് വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോങ് സ്റ്റാൻഡിംഗ് പാർട്ട്ണർഷിപ്പ്, അതും എടുത്തു പറഞ്ഞിരിക്കുന്നത് റീഅഫോം ദ ലോങ് സ്റ്റാൻഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡയസ്പൊറയെ, അതായത് അമേരിക്കയിലുള്ള ഇന്ത്യൻ ഡയസ്പൊറയെ അത് വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കും എന്നും കൂടി എടുത്തു പറയുന്നുണ്ട്. ഇതൊക്കെ വോട്ട് ബാങ്കിന്റെ ഭാഗം കൂടിയാണ്. അതേപോലെ ഇന്തോനേഷ്യയിൽ കടുത്ത പ്രളയം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ കൂടി നല്ല രീതിയിലുള്ള പ്രളയമാണ് അവിടെ ഉണ്ടായത്. അതുപോലെ ജപ്പാന്റെ എർത്ത് കുറിച്ചൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു മേഖല ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ സൈഡിൽ ഇപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കെടുതിയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.